പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് ഇങ്ങനെയാണ് സംസാരിക്കുക. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ഈ വിശുദ്ധവാര ദിനങ്ങൾ ഒരു പുതിയ ഹൃദയത്തെ രൂപപ്പെടുത്തുവാനായിട്ടുള്ള കാലഘട്ടമാണ്. നമ്മുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഈ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് കർത്താവിങ്കിലേക്ക് നമുക്ക് മടങ്ങുവാൻ സാധിക്കുക. ഇന്ന് ഈശോ നമ്മളോടും സംസാരിക്കുക ഈ ഒരു മടക്കത്തെക്കുറിച്ചാണ്. ഈ മടക്കം എപ്പോൾ വേണം എന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. കർത്താവിങ്കിലേക്ക് മടങ്ങുവാൻ, അനുതാപത്തോടുകൂടെ തിരിച്ചു വരുവാൻ നമുക്ക് ഈ സമയത്തെ പ്രയോജനപ്പെടുത്താം. ഈ സമയം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തിക്കൊണ്ട്, ആ ഹൃദയത്തിൽ സ്നേഹം നിറച്ചുകൊണ്ട്, വിശ്വാസം നിറച്ചുകൊണ്ട്, ഈശോയുടെ പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ വിശുദ്ധവാര ദിനങ്ങളിൽ വിശുദ്ധിയോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.